Hello dear student, welcome to the first session of the cooperative accounting. The last class we discussed the syllabus of the corporate accounting. So let us move into the first chapter. The first chapter is the right share. This chapter we discussing what you mean by this right share, what is the value of right and how to calculate the value of right, and what are the advantages of the right issue, and what are the basic difference between the right issue and the public issue. Okay, so listen, the first of what you mean by this share. Share means it's like an ownership security. We already familiar with the name of the share. The share means always the ownership security. In this chapter we are studying what you mean by the term is right share. The right share means the share is issuing to the existing shareholders. Suppose a company want to increasing their subscribed capital, they are issue the new share. These new shares are first issued to the existing shareholders. This process is known as the right issue or the right shares. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു കമ്പനിക്ക് ഓൾറെഡി ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, അവർക്ക് ഇനിയും കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പുതിയതായിട്ട് ഇഷ്യൂ നടത്തണം. അതായത് ഒരു കമ്പനിക്ക് ഓൾറെഡി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ആ ഷെയർ ക്യാപിറ്റൽ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവർ വീണ്ടും ആഗ്രഹിക്കണം, അവർക്ക് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ കൂട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഈ അഡീഷണൽ ഷെയർസ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് റൈറ്റ് ഷെയർ. ഓക്കെ, ആസ് പെർ ദ കമ്പനീസ് ആക്ട് 81(1)(56), the right shares are those shares which are offered to the existing shareholders on the basis of the pro rata or otherwise on the basis of the proportion. പറയുന്നത് അതായത് ഈ ഷെയർസ് ആദ്യം ഇഷ്യൂ ചെയ്യണത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അത് അവരുടെ കയ്യിലുള്ള ഓൾറെഡി നിൽക്കുന്ന ഷെയറിൻ്റെ ബേസിലായിരിക്കും അവർക്ക് ഈ ഷെയർസ് കൊടുക്കുക. പ്രപ്പോർഷൻ്റെ ബേസിലായിരിക്കും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ദ പ്രോസസ് ഈസ് നോൺ ആസ് the right shares. And according to section 62 of the Companies Act, were at any time companies having the share capital and propose to increase its subscribed capital by the issue of the further shares. ഒരു കമ്പനിയെ സംബന്ധിച്ച് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൂട്ടണമെങ്കിൽ അവർക്ക് പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആ ഷെയർസ് ഇഷ്യൂ എന്ന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് റൈറ്റ് ഷെയർ. സോ എ കമ്പനി വാണ്ട് ടു ഇൻക്രീസ് the share capital by the issue of the further share. Such shares must be issued to the first or the existing shareholders in the proportion of the shareholding. The term is known as the right share. ഒരു കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ആ അഡീഷണൽ ഷെയർസ് ഇവർ ആദ്യം കൊടുക്കുന്നത് അവർക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം കൊടുക്കുക. അങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് റൈറ്റ് ഷെയർസ്. Okay, this chapter we are discussing what you mean by this right shares. എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് ദ റൈറ്റ് ഷെയർ. തിയററ്റിക്കൽ എലമെൻറ്റ്സ് ആണ് നിങ്ങൾ. സോ ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. തിയററ്റിക്കൽ നോട്ട്സ് തന്നിട്ടുണ്ട്, ആ നോട്ട്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അറിഞ്ഞിരിക്കുക വാട്ട് യു മീൻ ബൈ ദിസ് റൈറ്റ് ഷെയർസ്. ദ റൈറ്റ് ഷെയർസ് ആർ ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. A company want to increase the subscribed capital, they're issuing the new shares. These new shares are issued to the existing shareholders. The process is known as the right shares. Okay, and these are the rules of the right shares. Right shares symbol basic rules. The first rule, the right issue is an invitation to the existing shareholders. So listen, these shares are issued to the existing shareholders.
So there is an invitation to the existing shareholder to purchase additional shares. Suppose ഞാനൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. റിലയൻസ് എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ് ഞാൻ. അപ്പോൾ റിലയൻസ് കൂടുതലായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ കമ്പനി ഇനിയും ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പുതിയതായിട്ട് ഇനി അഗെയിൻ അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയറിൽ അവർ എനിക്കാണ് ആദ്യത്തെ പ്രയോറിറ്റി തരാം, കാരണം ഞാൻ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ആയിരിക്കും അവർ ഇൻവിറ്റേഷൻ കൂടുതലായിട്ട് കൊടുത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. സോ ദാറ്റ്സ് എ റൈറ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഹോൾഡർ. ഇറ്റ്സ് ലൈക്ക് എ ഇൻവിറ്റേഷൻ ടു ദ existing shareholders. And the second one is in right of offering, each shareholders receive the right to purchase on the pro rata allocation. കാരണം പ്രോ റാറ്റ ബേസ്ഡാണ് കിട്ടുക, എനിക്ക് മുഴുവൻ ഷെയർസ് കിട്ടില്ല, ആ സ്പെസിഫിക് പ്രൊപ്പോർഷൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് ആ ഷെയർസ് കിട്ടുക. ദാറ്റ് സെക്കൻഡ് വൺ ഇസ് എ ഷെയർസ് is available on the pro rata basis and base usually the 16 to 30 16 to 30 ദിവസം വരെയാണ് നമുക്ക് ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. That's the second rule for the right shares. And third rule, the shareholders are not obligated to exercise this right. ഒരു ഒബ്ലിഗേഷൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് റൈറ്റ് ആ ഷെയർസ് വാങ്ങിച്ചാൽ മതി. There is no obligation, there is no compulsion. The shareholders are not obligated to exercise the right. That's third rule regarding the right share. And the fourth one is cash trapped companies can turn into right issue to raise the money when they really need. Additional shares issue ചെയ്യുന്നത് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ക്യാപിറ്റൽ ഇൻക്രീസ്, ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ദ മണി. അപ്പോൾ അത് പേർപ്പസിൽ തന്നെയാണ് റൈറ്റ് ഇഷ്യൂസും നടക്കുന്നത്. So these are the rules regarding the right shares. Once again, what's the right share? The right shares are shares which are issued to the existing shareholders. ആ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇഷ്യൂ ചെയ്യുക. എന്തിനാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു കമ്പനിക്ക് അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൂട്ടാൻ വേണ്ടി അവർ പുതിയതായിട്ട് വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്യും. ആ ഷെയർസ് ഇവർ ആദ്യം കൊടുക്കുക അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയായിരിക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. സപ്പോസ് നിങ്ങളെല്ലാവരും റിലയൻസ് എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. റിലയൻസ് എഗെയിൻ അഡീഷണൽ ഇഷ്യൂ മാർക്കറ്റിൽ ചെയ്യാൻ പോവാണ്, അഡീഷണൽ ഷെയർസ് ഇറക്കാൻ പോവാണ്. അപ്പോൾ റിലയൻസ് ചെയ്യണത് എന്താണെങ്കിൽ, നിങ്ങളാണ് ഇപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ, നിങ്ങൾക്കായിരിക്കും അവർ ആദ്യത്തെ കൺസിഡറേഷൻ തരാം. നിങ്ങളുടെ ഷെയറിന് ചിലവർ 10 ഷെയർസ്, നിങ്ങൾക്ക് 12 ഷെയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് അവർ ആദ്യം ഷെയർ നൽകുക. കാരണം അങ്ങനെ തരുന്ന ഷെയറിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ റൈറ്റ് ഷെയർസ്. And I hope you understand the shares are issued to the existing shareholders, and these are the rules regarding the right shares. Okay, and the right shares ഇവിടെയാണ് പ്രോബ്ലം സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് ഷെയറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീമാണ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ റൈറ്റ്. എന്താണ് വാല്യൂ ഓഫ് റൈറ്റ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? The value of right means is a gain to the existing shareholders കിട്ടുന്ന ലാഭത്തെയാണ് ഇവിടെ ശരിക്കും പറയാം വാല്യൂ ഓഫ് റൈറ്റ്. അദ്ദേഹം അതായത് റൈറ്റ് എക്സൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ലാഭം, ദിസ് എ ഗെയിൻ, ദ ടീം ഈസ് നോൺ ആസ് യുവർ ദ വാല്യൂ ഓഫ് റൈറ്റ്. ലിസൺ, at right issue means the issue the share company to the existing shareholders, that is known as right issue. നേരത്തെ പറഞ്ഞ ഒരു കമ്പനി അവരുടെ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത പ്രോസസ്, that is known as right issue. It's like a legal advantages to the existing shareholders, specifically when the market price of the share is higher than the issue price. Listen, when the market price of the share is higher than the issue price. എപ്പോഴാണ് നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഹയർ ആവുക, ഇഷ്യൂ പ്രൈസിനേക്കാളും കൂടുതലായിട്ട് വരിക, that advantages is known as your the value of right. നിങ്ങളുടെ റൈറ്റ് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് എക്സിസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കിട്ടുന്നു. അത് കിട്ടിയ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് നിങ്ങളുടെ ഇഷ്യൂ പ്രൈസിനേക്കാളും കൂടുതലായിട്ട് മാറുന്ന ആ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ പറയുന്നത് പറയുന്നത് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ റൈറ്റ്. ഇസ് ദ മണി വാല്യൂ ഓഫ് അഡ്വാൻറ്റേജസ്. ഇറ്റ്സ് ലൈക്ക് ആൻ അഡ്വാൻറ്റേജസ് ടു ദ എക്സിസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പലപ്പോഴും നമ്മൾ ഷെയർ വാങ്ങിക്കും, ഷെയർ വാങ്ങിച്ചത് നിങ്ങളൊരു ഇഷ്യൂ പ്രൈസ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ആ പ്രൈസിന് ഇഷ്യൂ പ്രൈസിനും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാണ്. നിങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചു, മാർക്കറ്റിൽ തന്നെ 12 രൂപയായി, 2 രൂപയുടെ വാല്യൂ ഓഫ് റൈറ്റ് ആണ് കിട്ടുന്നത്.
നിങ്ങൾക്ക് ഒരു കമ്പനി ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറെ നിങ്ങൾക്ക് ഒരു കമ്പനി ഷെയർ തന്നു. ആ ഷെയറിന് 12 രൂപയായിരുന്നു, ഇഷ്യൂ പ്രൈസ് 12 രൂപയായിരുന്നു ഇരിക്കുക. പക്ഷേ നിങ്ങൾക്കത് മാർക്കറ്റിൽ 14 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു. മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ ദ ടേം ഈസ് നോൺ ആസ് വാല്യൂ ഓഫ് റൈറ്റ്. 2 രൂപയുടെ വാല്യൂ ഓഫ് റൈറ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണ്. ഓക്കെ, ദ ടേം ഈസ് ദ വാല്യൂ ഓഫ് റൈറ്റ്സ്. വൺസ് അഗെയിൻ, ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് എ ഗെയിൻ to the existing shareholders while exercising the right, or it is the differences between your the market price and your the issue price. When the market price is higher than the issue price, the term is known as your the value of. That's one of the important element. നമ്മൾ ഇതിൽ ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, പ്രോബ്ലംസ് ആയിട്ട് അതാണ് വരാം. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇനി പോകുന്നത്. Okay, the term is known as your the value of right, and these are the steps for the calculating the value of. എങ്ങനെയാണ് value of right calculate ചെയ്യുന്നത്? So the first step is calculate the total market value of the share. The first step നിങ്ങൾ ചെയ്തത് market value identify which an existing shareholder is required to possess. എത്രയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്? ആ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ദാറ്റ് ക്വസ്റ്റ്യൻ അത് ഉണ്ടായിരിക്കുക, മാർക്കറ്റ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ആഡ് ടു ദ എബോവ്. ഇതിൻ്റെ കൂടെ ദ എമൗണ്ട് പെയ്ഡ് ഫോർ ദ ഫ്രഷ് ഇഷ്യൂ. മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഫ്രഷ് ഇഷ്യൂ എത്രയാണ് ഫ്രഷ് ഇഷ്യൂ നിങ്ങൾ കൊടുത്ത പ്രൈസ് ഇൻക്ലൂഡിങ് പ്രീമിയം അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് വാല്യൂ, ആൻഡ് ഇൻ അഡീഷൻ ടു ദ മാർക്കറ്റ് വാല്യൂ ദ എമൗണ്ട് ഓഫ് paid for the fresh issue let's add ചെയ്യുന്നു. And third step is find the average price by dividing the total. ആ ടോട്ടലിനെ ആവറേജിന് ഡിവൈഡ് ചെയ്താൽ the total means that the existing share plus the fresh share. But third step is a calculation of the average price. നിങ്ങൾ തേർഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് ആവറേജ് പ്രൈസിൻ്റെ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ആവറേജ് ഇങ്ങനെ എടുക്കും. the average means the price, average price dividing the total. ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് ഫ്രഷ് ഷെയർസ്. സപ്പോസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് 5 ഫ്രഷ് ഷെയർസ് 7 ആണ്. 5 + 7 12. ദാറ്റ് ഈസ് എ ലോജിക്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഡിഡക്ട് ദ ആവറേജ് പ്രൈസ് ഫ്രം ദ മാർക്കറ്റ് പ്രൈസ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആവറേജ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിന് കുറയ്ക്കുക. പെർ ഷെയറിന് കുറച്ച് കഴിഞ്ഞാൽ can be reach the value of right. So these are the 4 steps for the calculation of the value of right. The first step, the calculate the total market value. Market value നിങ്ങൾ കണ്ടുപിടിക്കുക. And the second step is ഈ market valueന്റെ കൂടെ നിങ്ങൾ ഫ്രഷ് ഇഷ്യൂന് കൊടുത്ത പൈസ ആഡ് ചെയ്യുക. Then third stepൽ average price calculate ചെയ്യുക. Average ടോട്ടൽ കൊണ്ട് ഡിവൈഡ്, ടോട്ടൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് ഫ്രഷ് ഷെയർസ് ആണ്. And step 4, ആ ആവറേജ് പ്രൈസിൽ നിന്ന് നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ദ ടേം ഈസ് നോൺ, അവിടെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ഓഫ്. ദാറ്റ് ഇസ് സ്റ്റെപ്സ്, 4 steps ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് റൈറ്റ്. ആൻഡ് ദർ സിമ്പിൾ ഇക്വേഷൻ, ഇത് നമ്മൾ സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ സിമ്പിൾ ഫോർമുല ഇസ് വാല്യൂ ഓഫ് റൈറ്റ് ഈക്വൽ ടു ഫ്രഷ് റൈറ്റ് ഷെയർസ്. എത്രയാണ് നിങ്ങൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന റൈറ്റ് ഷെയർ, ദെൻ ഡിവൈഡഡ് ബൈ ദ ഫ്രഷ് പ്ലസ് എക്സിസ്റ്റിംഗ്. 5 രൂപയാണ് നിങ്ങളുടെ ഫ്രഷ് ഇഷ്യൂ, എക്സിസ്റ്റിംഗ് നിങ്ങളുടെ 7 ആണ് എങ്കിൽ 5 ഡിവൈഡ് ബൈ 5 + 7 12. 5/12 ആയിരിക്കും വരാം. ദെൻ ആ കിട്ടുന്ന വാല്യൂ ഇൻ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് യുവർ ദ ഇഷ്യൂ പ്രൈസ്. A simple formula is fresh right share divided by the fresh plus existing, then into market price minus issue price. ഇതിക്ക് മാർക്കറ്റ് പ്രൈസ് ഇഷ്യൂ സെപ്പറേറ്റ് എലമെൻ്റ് ആണ്, അത് ആദ്യം നിങ്ങൾ കണ്ടുവയ്ക്കണം വാല്യൂ. ദെൻ കിട്ടുന്ന എലമെൻറ്റോടെ നിങ്ങൾ മൾട്ടിപ്ലൈ ആണ്. ദറ്റ് ടൈം ഈസ് നോൺ ആസ് യുവർ ദ വാല്യൂ. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ആണ്. ആർക്ക്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് കിട്ടുന്ന ഒരു ഗെയിനിനെ പറയുന്ന പേരാണ് വാല്യൂ ഓഫ് റൈറ്റ്. നിങ്ങളുടെ മാർക്കറ്റ് പ്രൈസ് ഇഷ്യൂ പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാല്യൂ ഓഫ് റൈറ്റ് ഉണ്ടാവുകയുള്ളൂ. ദാറ്റ്സ് എ സിമ്പിൾ ഫോർമുല ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് യുവർ ദ വാല്യൂ ഓഫ് റൈറ്റ്. റൈറ്റ് ഷെയർ
divided by the fresh plus existing share into market price minus issue price, the calculation of the value of right. And this is the formula for the share capital and the fund. The first one, എങ്ങനെയാണ് നിങ്ങൾ share capital percentage increase in share capital എങ്ങനെയാണ് കണ്ടുപിടിക്കുക? The formula regarding the percentage increase in another formulas now. The percentage increase in share capital. The formula is increase in share capital after right issue, so divided by the share capital before the right issue. Right issue ചെയ്തതിന് ശേഷം increase the share capital, then divide by then right issue ചെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള നിങ്ങളുടെ ഷെയർ ക്യാപിറ്റൽ, ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഇൻറ്റു 100 ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. നിങ്ങളുടെ ഷെയർ ക്യാപിറ്റൽ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് 1 lakh ആയിരുന്നു, റൈറ്റ് ഇഷ്യൂന് ശേഷം 1,50,000 ആയിട്ട് മാറി. അപ്പോൾ ആ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഇസ് 1,50,000 ഡിവൈഡ് ബൈ ദ 1 lakh ഇൻറ്റു ദ 100. The change is known as the percentage increase in the share capital. Another one is the percentage increase in total fund. Percentage increase in total fund. അതെങ്ങനെ കണ്ടുപിടിക്കും? Fund received divided by the present capital into 100. That's simple formula. Fund received divided by the present capital into 100. That is a formula regarding your the value of പെർസെൻറ്റേജ് ഇൻക്രീസിങ് ദ ടോട്ടൽ ഫണ്ട്. എങ്ങനെയാണ് ഫണ്ടിൽ നിന്നാണ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത്? ഫണ്ട് റിസീവ് എത്രയാണ്, ഡിവൈഡ് നിങ്ങളുടെ പ്രസൻറ്റ് ക്യാപിറ്റൽ എത്രയാണ്, ഇൻറ്റു 100, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ടോട്ടൽ ഫണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താണ് ഫണ്ട് റിസീവ്ഡ്? ദ ഫണ്ട് റിസീവ്ഡ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് ഷെയർ ആൻഡ് ദ ഷെയർ പ്രൈസ്. ശ്രദ്ധിക്കണം, നമ്മുടെ ഫണ്ട് റിസീവ്ഡ് കണ്ടുപിടിക്കപ്പോഴും നമ്പർ ഓഫ് ഷെയറിൻ്റെയോ ഷെയർ പ്രൈസിൻ്റെയോ ബേസിലാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഓർമ്മയിൽ വെക്കുക. Fund received calculated on the base of the number of share and the share price. ഇത്രയും ഫോർമുലാസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരണത്. സോ വൺസ് അഗെയിൻ സ്റ്റെപ്സ് റിഗാർഡിംഗ് ദ വാല്യൂ ഓഫ് റൈറ്റ്. എങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ ആദ്യം ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് നിങ്ങൾ എത്ര എമൗണ്ടാണ് ഫ്രഷ് ഇഷ്യൂവിന് വേണ്ടി കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് പ്രീമിയം, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പിൽ എൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിസ്റ്റ് ഷെയറും ഫ്രഷ് ഷെയർസും കൂടിയിട്ട് എടുത്തിട്ട് വേണം എൻ്റെ ആവറേജ് കാണാൻ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ആവറേജ് പ്രൈസ്. ഡിഡക്ട് ദ ആവറേജ് പ്രൈസ് ഫ്രം ദ മാർക്കറ്റ് പ്രൈസ്. ദിസ് ഇസ് സ്റ്റെപ്സ് ഓഫ് ദ വാല്യൂ ഓഫ് റൈറ്റ്. ആൻഡ് ദിസ് ഇസ് എ ഫോർമുല ഫോർ ദ വാല്യൂ. ഇത് സിമ്പിൾ ഫോം, നിങ്ങൾക്ക് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. സിമ്പിൾ ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ഷെയർസ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഫ്രഷ് ഷെയർസ് ഡിവൈഡ് ബൈ ഫ്രഷ് പ്ലസ് എക്സിസ്റ്റിംഗ് ഷെയർസ്, അത് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്, ദാറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് റൈറ്റ്. ദാറ്റ് ഈസ് എ ഫോർമുല ഫോർ ദ increase in the share capital. The increase in share capital after the right issue divided by the share capital before the right issue into 100. And another one is percentage into total fund. Fund received divided by the present capital into 100. That is a total fund. So the fund received എന്ന് പറയുന്നത് calculated on the base of the number of shares and the share price. And another theme is വാല്യുവേഷൻ എക്സ് റൈറ്റ്. പലപ്പോഴും എക്സാമിന് ചെയ്യുന്ന ഒരു ഭാഗമാണ് കാൽക്കുലേറ്റ് ദ എക്സ് റൈറ്റ് ഓഫ് ദ ഷെയർസ്. എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഇസ് എ ഫോർമുല ഫോർ ദ കാൽക്കുലേഷൻ എക്സ് റൈറ്റ് ഓഫ് ഷെയർ. ചെറിയ ഫോർമുലയാണ്. പി ഈക്വൽ ടു എം എൻ പ്ലസ് എസ് ഡിവൈഡ് ബൈ ദ എൻ പ്ലസ് 1. പി ഈക്വൽ ടു പി മീൻസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ എക്സ് റൈറ്റ്, എം മീൻസ് കം മാർക്കറ്റ് പ്രൈസ്, എസ് മീൻസ് ഇഷ്യൂ പ്രൈസ് ഓഫ് new share, n is the number of the existing shares required for getting one right share. So it's a number of existing shares required for getting one right share. ഇത് വെച്ചുകൊണ്ട് നമുക്ക് വാല്യൂ എക്സ് റൈറ്റ് ഷെയർസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും എക്സ് കാൽക്കുലേറ്റ് എക്സ് റൈറ്റ് ഒരുപാട് ഇൻഫോർമേഷൻ ഇപ്പോൾ തരും. എക്സ് റൈറ്റ് മീൻസ് പി ഈക്വൽ ടു എം എൻ പ്ലസ് എസ് ഡിവൈഡ് ബൈ ദ എൻ പ്ലസ് 1. P means the market value of the share and the
എം ഈസ് ദ കം മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ എങ്ങനെയാണ് എക്സ് റൈറ്റ് മാർക്കറ്റ് വാല്യൂലാണ് എക്സ് റൈറ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ എം ഈസ് യുവർ ദ കം മാർക്കറ്റ് പ്രൈസ്, എസ് ഈസ് യുവർ ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ദ ന്യൂ ഷെയർ, എൻ ഈസ് ദ നമ്പർ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർസ് റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ദ വൺ റൈറ്റ് ഷെയർ. ഈ ഫോമിൽ വെച്ച് നമുക്ക് എക്സ് റൈറ്റ് എക്സ് റൈറ്റ് ഷെയർസ് കണ്ടുപിടിക്കാൻ, റൈറ്റ് ഷെയർസ് അല്ല എക്സ് റൈറ്റ് ഷെയർസ്. പലപ്പോഴും ചോദിക്കും എക്സ് റൈറ്റ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ദീസ് ആർ ദ ഫോമുലാസ്: വാല്യൂ ഓഫ് റൈറ്റ് ആൻഡ് ദ ഫണ്ട് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് എക്സ് റൈറ്റ് ഷെയർസ്. ആൻഡ് വാട്ട് ദ അഡ്വാൻസ്, നമ്മൾ റൈറ്റ് ഇഷ്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് യു മീൻ ബൈ ദ റൈറ്റ് ഇഷ്യൂ? The right issue means the shares are, the companies try to increase the share capital. These shares are issued to the existing shareholders. The process is known as the right issue. And these are the advantages of the right issue. There's a control in the hands of the existing shareholder. But existing shareholders ആണ് ആദ്യം ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു കമ്പനി അവർക്ക് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയർസ് അവർ ആദ്യം ഇഷ്യൂ ചെയ്യുക എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അങ്ങനെ വരും അതിനെ പറയുന്നത് ദാറ്റ് ഈസ് എ റൈറ്റ് ഇഷ്യൂ. ദെൻ ദർ ഇസ് നോ ഡയലൂഷൻ ഇൻ ദ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അവിടെ മാൽ പ്രാക്ടീസ് ഇല്ല, ഡയറക്റ്റ് ഇഷ്യൂ ആണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രൊപ്പോർഷൻ്റെ ബേസിൽ ഷെയർസ് കൊടുക്കുന്നു. ദറ്റ് ക്യാൻ ബി സേവ് ലോട്ട് ഓഫ് എക്സ്പെൻസസ് ബിക്കോസ് കുറച്ചുകൂടി സിമ്പിൾ പ്രോസസ്സാണ് എക്സാം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്പെൻസ് സേവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് കമ്പനി ദർ ഇസ് എ ബെറ്റർ ഇമേജ്, ദ കമ്പനി ഹാവ് ദ ബെറ്റർ ഇമേജ് ആൻഡ് മോർ സെർട്ടനിറ്റി ഫോർ ഗെറ്റിംഗ് ഷെയർസ്. ഉറപ്പാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആ ഷെയർ എടുക്കാം. കാരണം നിങ്ങൾക്കാണ് കൺസിഡറേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയർ കിട്ടിയിരിക്കും. ആൻഡ് നോ മിസ്യൂസ് ബൈ ദ ഡയറക്ടേഴ്സ്. there is no possibility for the misuse of the directors. And these are the advantages of the right shares. And certain limitations. There കുറച്ച് ലിമിറ്റേഷൻസ് ആകുമ്പോൾ വരുന്നുണ്ട്. The first one is IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായിട്ട് പബ്ലിക് ഇഷ്യൂ ആദ്യമായിട്ട് ചെയ്യണമാരെ പൈസ നമുക്ക് ഒരിക്കലും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദർ ഇസ് എ ലിമിറ്റേഷൻസ്. കമ്പനീസ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ഷെയർസ് ഇഷ്യൂ ചെയ്യും. പക്ഷേ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗമായിട്ട് സബ്സ്ക്രൈബ് രണ്ടാമത് ഇഷ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു IPOൻ്റെ ലെവലിൽ ഒരിക്കലും ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കില്ല. ദറ്റ്സ് അപ്പാരന്റ് ഡ്രോബാക്ക് ഈസ് സച്ച് ഇഷ്യൂ ദാറ്റ് കമ്പനി കനോട്ട് റൈസ് എമൗണ്ട് ഇൻ കേസ് ദ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൻ്റെ അതേ രീതിയിൽ എമൗണ്ട് ഇവിടെ കളക്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചത് വരും. ദാറ്റ്സ് ദ ഫസ്റ്റ് ലിമിറ്റേഷൻ. ആൻഡ് അനദർ വൺ ഈസ് ദ വാല്യൂ ഓഫ് ഈ ഷെയർ മേ ബി ഡൈലൂട്ടഡ്. ദർ ഇസ് എ പോസിബിലിറ്റി, ചിലപ്പോൾ പറയാം same time the issue the existing shares raise some money, there are chance to stake the dilution of the. ചിലപ്പോൾ ചീറ്റിങ് അവിടെ ചില സമയങ്ങളിൽ സംഭവിക്കാം. ഡയലൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ അത് സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദാറ്റ് ഇസ് സെക്കൻഡ് ലിമിറ്റേഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് ഡിമിനിഷിംഗ് ദ കമ്പനീസ് പബ്ലിക് ഇമേജ്. ജനറലി ദ ഇഷ്യൂ ഓഫ് ദ റൈറ്റ് ഷെയർസ് ഇസ് ഇൻഡിക്കേഷൻ ഓഫ് ലിക്വിഡിറ്റി ക്രൈസിസ് ദാറ്റ് കമ്പനീസ് സഫർ. റൈറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ പലരുടെ മനസ്സിൽ ആ കമ്പനിക്ക് എന്തോ ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട്, ആ കമ്പനി അവസാനിക്കാൻ പോവുകയാണ്, തെറ്റായ ധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് വരാം. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ റൈറ്റ് ഇഷ്യൂ. ദ ഫസ്റ്റ് ലിമിറ്റേഷൻ, ഇറ്റ് ഈസ് കൺഫൈൻഡ് ലിമിറ്റ്. ദാറ്റ് മീൻസ് cannot rise an amount in case of the initial public offering. And second one is value of each shares may be diluted. And third one is diminishing the company's public image. These are the limitations of the right issue. And finally, what is the difference between the public issue and the right issue? We already familiar with the term is the right issue. The right issue means the issue existing shareholder. The shares are issued to the existing. The company want to increase the subscribed capital. They issue the additional share to the existing shareholder. That term is known as the right issue. But the public issue is made to the new investors become the part of the shareholders. ഇത് ആദ്യമായിട്ടൊരു കമ്പനി ചെയ്യുന്നതിനെ പറയുന്നത് ദാറ്റ്സ് എ പബ്ലിക് ഇഷ്യൂ. ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൽ പറയുന്നതാണ് കമ്പനി പബ്ലിക് ഇഷ്യൂ എന്ന് പറയും. രണ്ടാമതും അതിൻ്റെ ഭാഗത്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റൈറ്റ് ഇഷ്യൂ കാണാനായിട്ട് സാധിക്കുക. ആൻഡ് പബ്ലിക് ഇഷ്യൂ മേ ബി ടു ടൈപ്പ്. ദാറ്റ് ഇസ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആൻഡ് ദ ഫോളോ ഓൺ ദ പബ്ലിക് ഓഫർ. ദാറ്റ്സ് എ FPO ആയിട്ടും IPO ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് പബ്ലിക് ഇഷ്യൂ. ജനറലി പബ്ലിക്കിനെ കൊടുക്കണം. അവിടെ IPO ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ
public issue. And follow-on public offer means when a listed company making either fresh issue of the security to the public or an offer of sale, that is called the follow public offer. ഇത് രണ്ടുമാണ് പബ്ലിക് ഇഷ്യൂ കാണാൻ സാധിക്കുക, IPOയും FPOയും. FPO is representing follow on public offer. Right issue നമ്മൾ ഓൾറെഡി പറഞ്ഞു, it is a share is issued to the existing shareholders. These are the shares to the existing shareholders. Okay, these are the important elements in the first lecture. The first lecture is once again regarding the right shares. What is the right share? A company want to increase the share capital, they issue the further shares. Such shares must be issued first of all existing shareholders in the proportion of the existing shareholding. That type of the share is known as the right shares. Existing shareholders ne kodukkunnu നിങ്ങൾ ഫ്രഷ് ഇഷ്യൂസിൻ്റെ അല്ല, നിങ്ങൾ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നിങ്ങൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ദ റൈറ്റ് ഇഷ്യൂ ഓർ ദ റൈറ്റ് ഷെയർസ്. ആൻഡ് ദീസ് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ദ റൈറ്റ് ഷെയർസ്. ദർ ഇസ് എ 4 important rules regarding the right share. That is a right issue is an invitation to the public, and there is a pro rata arrangement is completed within the 16 to 30 days. It's not an obligation. There's a cash strapped companies turn right issue. These are the rules regarding the right issue. And this is one of the important term is the value of the right. The value of right means the differences between the market price and the issue price. When the market price of the share is higher than the issue price, such advantage is known as the value of the right. And these are steps for the calculating the value of the right. First, to calculate the market value, and second one is the add the amount of the fresh issue, and third step is calculation of the average price, and fourth step is deduct the average price from the market price. ഈ 4 സ്റ്റെപ്പിലൂടെ നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണിത്. ദ സിമ്പിൾ ഫോർമുല ഇസ് എ ഫ്രഷ് ഷെയർ divided by the fresh plus existing shares into market price minus issue price. ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. These are the steps, and these are the simple formula regarding the value of right. And these are the formula for the share capital and the fund. The percentage increase in share capital and percentage increasing the total fund. The fund received divided present capital into 100. The term is known as the percentage increasing total fund. The fund received and it's a calculation based on the share and the share price sum. Okay, these are the formula for the right share capital and the fund, and this is the formula for the value of the X right. X right, Mn plus S divided by N plus N. P is representing the market value of the share, and M is the market price, and the S is the issue price, N is the number of the existing share required for getting the one right shares. And these are the formulas regarding the X right of the shares. X right കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. And these are the advantages of the right issue, and these are the limitations of the right issue, and these are the basic differences between the right issue and the public issue. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ട്. ആ നോട്ട്സ് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, ആ നോട്ട്സ് വായിച്ചു നോക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് റൈറ്റ് ഇഷ്യൂ ആൻഡ് ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നോട്ട്സ് തന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് റൈറ്റ് ഇഷ്യൂൻ്റെ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന ഭാഗം മാത്രം വായിച്ചു നോക്കുക. ഈ PPT കണ്ടിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കുക. ദെൻ അത് വായിച്ചു നോക്കി ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫോർമുലാസ് അറിയണം. ആ ഫോർമുലാസ് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് PPT വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് തന്നിട്ട നോട്ട്സ്, എല്ലാവർക്കും ആ നോട്ട്സ് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആ നോട്ട്സ് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. റൈറ്റ് ഇഷ്യൂൻ്റെ ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മളിതിൻ്റെ പ്രോബ്ലം സൈഡിലേക്ക് പോകും. പ്രോബ്ലം സൈഡിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ്, ഹൗ ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ്, ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഫണ്ട്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ,
എക്സ് വാല്യൂ ഓഫ് ദ റൈറ്റ്. ഇത് കണ്ടുപിടിക്കുന്ന നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ നന്നായിട്ട് പ്രിപ്പയർഡ് ആവാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നല്ല രീതിയിൽ ചെയ്യാം. PPT-യിലൂടെ തന്നെ വളരെ ഈസി ആയിട്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ പലപ്പോഴും പലരും വളരെയധികം തിരക്കിലായിരിക്കും. പക്ഷെ കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ എത്താനായിട്ട് സാധിക്കും. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വായിച്ചു നോക്കും, സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ സ്റ്റുഡൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. So wish you all the best.